നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ കണ്ണ് അങ്ങോട്ടായി. അപ്പോൾ ഈ ഒരു ലുക്കിൻ്റെ ഒരു കുറവ് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹിന്ദു വെഡ്ഡിങ് ലുക്കാണ് ഇപ്പം ഞാൻ റെഡി ആയിട്ടിരിക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ എപ്പോഴും ഹിന്ദു ലുക്ക് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ ബ്രൈഡൽ ലുക്കിന് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത പാറ്റേണിലുള്ള ബ്ലൗസ്, ജ്വല്ലറീസ് എല്ലാം വെറൈറ്റിയാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു ഹാപ്പിനെസ്സിൻ്റെ റീസൺ എൻ്റെ കോസ്റ്റ്യൂമും ജ്വല്ലറീസും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഷോപ്പിൽ നിന്നാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ ഡ്രസ്സാണെങ്കിലും ഇവാൻഷി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തതാണ്, എൻ്റെ ജ്വല്ലറീസ് ആലീസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്തതാണ്. സോ മൊത്തത്തിൽ എൻ്റെ ഒരു ലുക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് പ്ലാൻ ചെയ്ത പോലെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. കാരണം അവർ എൻ്റെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. ഇനിയിപ്പോൾ ഈ ലുക്കൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടങ്ങാം. യോ, അപ്പോഴത്തേക്കും അവൻ എത്തി. നമസ്തേ ജി. പരിപാടി നടക്കട്ടെ അത്. ഓക്കെ, അവനും എത്തി. കുറച്ച് ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു, എന്നൊന്നും മിണ്ടേണ്ടി വരത്തില്ലായിരുന്നു. വരണ്ടായിരുന്നു ഞാൻ ഇന്ന്, രക്ഷപ്പെട്ടേനെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ബാക്കി റെഡി ആയിട്ട് വരാം. ഓക്കെ, ഇന്ന് 23rd ഓഗസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ ഇന്നാണ് അവളുടെ ഹിന്ദു ബ്രൈഡൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഓൾറെഡി നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാവും അവളുടെ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൻ്റേത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹിന്ദു വെഡ്ഡിങ് മിസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര കംപ്ലീറ്റ്ലി ഇല്ല, ബട്ട് ഔട്ട്ഡോർ ആണ്, ചെറിയൊരു ഫംഗ്ഷനാണ്. നമ്മുടെ എല്ലാ ഫംഗ്ഷനും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് ഒരു എല്ലാം കൂടി ഒരു 50-100 ഒക്കെ. ഈവനിങ്ങിലാണ് നമുക്ക് ബാക്കി എല്ലാ ആൾക്കാരെയും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഓൾറെഡി അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് സെക്കൻഡ് എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഒരു ഹിന്ദു ലുക്കിലും കൂടെ ആകുമ്പം അവളത് കംപ്ലീറ്റ് ആകും. നിതിൻ്റെ ഫാമിലി അതുപോലെ തന്നെ ബാക്കി എല്ലാവരും വരുന്നുണ്ട്. എക്സൈറ്റ്മെൻ്റ് ആണോ ടെൻഷനാണോ എന്നറിയില്ല. അവളെക്കാളും ടെൻഷൻ എനിക്കുണ്ട്. കാരണം ക്ലൈമറ്റ് അങ്ങനെയാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. പാലയും കൂടി ആയതുകൊണ്ട് മഴ എപ്പോഴാണ് പെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്, അതിൻ്റെ ചെറിയ ഓട്ടം കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ തന്നെയാണ് എല്ലാം പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഹിന്ദു വെഡ്ഡിങ്ങിനും കൂടെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് റെഡി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ദേ ഇവിടെ ഡെക്കോറൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡെക്കോസ് ചെയ്തത് നമ്മുടെ ധോൽക്കിനായിട്ട് ചെയ്തിട്ടുള്ള അതേ ലെജൻഡ്സ് ടീം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹിന്ദു ലുക്കിൻ്റെ എല്ലാം സെറ്റ് ആവുന്നു. ദേ അവിടെ നമ്മുടെ റിസപ്ഷന് സെറ്റ് ആവുന്നു. അങ്ങനെ രണ്ടും കൂടെ ഒരേ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫുൾ റെഡി. ഞാൻ റെഡിയായി, അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. റെഡി ആയതിനു ശേഷം നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ കേട്ടോ. അയില്ലെന്ന് അറിഞ്ഞിട്ടാണോടാ നീ അതും കൊണ്ട് വന്നത് ഇങ്ങോട്ട്? നിനക്കറിയോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോവോ? ഞാൻ പണ്ടുകാണ്ട് കൊടുത്തോണ്ടിരുന്നല്ലോ, സ്ഥിരം കൊടുക്കുന്നില്ല. എടാ ഫ്രെയിമിൽ കൂടെ പോതാ, സൈഡിൽ കൂടെ പോടാ. ഈ രണ്ട് മണ്ടന്മാരെ ഞാൻ അത്രയൊക്കെ വരുള്ളൂ ചേട്ടാ. ലാസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? എടാ ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയണ്ട. അനു ഈ ഒരു കോസ്റ്റ്യൂമിന്റെ മൊത്തത്തിലുള്ള കരങ്ങൾ ഇവളുടെ മാത്രമാണ്. കോസ്റ്റ്യൂം ആൻഡ് ദിസ് ബ്ലൗസ് എല്ലാം ഇവളുടെ ഐഡിയ, കോൺസെപ്റ്റ് എല്ലാം ഇവളാണ്. ഇന്നലെ എൻ്റെ ബ്രൈഡ്സ് മെയ്ഡ് ആയിരുന്നു, ഇന്ന് എൻ്റെ ഡിസൈനറാണ്. രണ്ട് പൊസിഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ ടഫ് പൊസിഷനില്ല. ഇനിയുള്ളതിലും ഇവൾ തന്നെയാണ്. ഇന്നലെ മാത്രമേ ഉള്ളൂ ബ്രൈഡ്സ് മെയ്ഡ്. ഇന്നോട്ട് എൻ്റെ സ്റ്റൈലിസ്റ്റ്, ഡിസൈനർ എല്ലാം ഒരുപാട് പണികൾ എടുക്കുന്നുണ്ട് അവൾ. ഓക്കെ, ഇഷ്ടമായില്ലേ? നല്ല രസമില്ലേ? ഈ മഴ എന്നെയും കൊണ്ടേ പോളെന്നാ തോന്നുന്നത്. അവിടെ ഒന്നും മഴ മൂടലില്ല. ഇതന്നെ നമ്മുടെ ഇവിടെ തന്നെ മഴ. പോവാ
നമുക്ക് ഇന്നലത്തെ എൻ്റെ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് എൻ്റെ മേക്കപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ ത്രൂ ഔട്ട് എനിക്കൊരു ടച്ചപ്പ് പോലും ഇല്ലാതെ അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്തു. സോ ബ്രൈഡൽ ഇന്നോവേഷൻ ടീം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് ലുക്കും ചെയ്യുന്നത്. നീതു ചേച്ചിക്ക് ഇത് ഓടി അവിടെ നിൽപ്പുണ്ട്, അവർ റെഡി ആയിട്ടില്ല അത്രേ. അപ്പോൾ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലുക്കും നമ്മുടെ അടുത്ത ഫംഗ്ഷൻ്റെ ലുക്കും എല്ലാം ചെയ്യുന്നത് നീതു ചേച്ചി തന്നെയാണ്. നീതു ചേച്ചിയായിട്ടും എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമാണ്. ആൻഡ് രമ്യ ചേച്ചിയും ഇവർ രണ്ടുപേരുള്ളൊരു കോംബോ ആണ്. എൻ്റെ ഇത്രയും നാളത്തെ ഫോട്ടോഷൂട്ട്സ് എൻ്റെ ബിഗ് ഡേയിലും അവരായിരിക്കും ഏറ്റവും വലിയ ഭാഗമായത്. റെറ്റാക്കാൻ പറ്റുമോ? എൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡേയിലും ഇവർ തന്നെയായിരിക്കും ഭാഗമായത്. പക്ഷേ ഇവൻ സമ്മതിക്കുമല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡേയിലും ഇവർ തന്നെയാണ് ഭാഗമായത്. അപ്പോൾ ഇന്നാണ് ഹിന്ദു വെഡ്ഡിങ്. ഇന്നലെ ക്രിസ്ത്യൻ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. യൂഷ്വലി നമ്മൾ ഏതൊരു ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ്ങിന് പോയാലും ഐദർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഒരു പെർട്ടിക്കുലർ വെഡ്ഡിങ് ആയിരിക്കും. ഐദർ ഹിന്ദു വെഡ്ഡിങ്, ക്രിസ്ത്യൻ വെഡ്ഡിങ്, അങ്ങനെയാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ വെഡ്ഡിങ്ങിന് വന്നപ്പോൾ നമുക്ക് 2 ടൈപ്പിലുള്ള വെഡ്ഡിങ്സും കൂടാൻ പറ്റി. പിന്നെ ആഫ്റ്റർ സോ ലോങ് നമ്മളെല്ലാവരും ഗെറ്റ് ടുഗെദർ പോലെ ആയി. ഹോസ്റ്റൽ ലൈഫിൽ ഓരോ സ്റ്റോറീസും ഒക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സ് മോഡായിരുന്നു ഈ ഒരു വെഡ്ഡിങ്ങിന് വന്നപ്പോൾ. വർക്ക് ലൈഫ് അതിൻ്റെ സ്ട്രെസ്സൊക്കെ മറന്ന് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റി. എന്തായാലും നിതിനും ശ്രുതിക്കും ഹാപ്പി മാരീഡ് ലൈഫ്. പിന്നെ ഇന്നത്തെ അതായത് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ശ്രുതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാൻവി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഈ ഗാങ്ങിൽ തന്നെ ഭയങ്കര ഓളമാണ്. ആളും കൂടി ഉണ്ടെങ്കിൽ ശരിക്കും ആൾ മിസ് ചെയ്യുന്ന കാണും. ഇതിൻ്റെ സെൻറ്ററിൽ വന്നിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ബട്ട് ആളുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് അതിന് സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ സെൻറ്ററിൽ ആൾ എല്ലാ വെഡ്ഡിങ്ങിനും കാണുന്നതാണ്. ആക്ച്വലി ഇന്നിപ്പോൾ ഭയങ്കര വിഷമമാണ്. കാരണം ഇനിയൊരു വെഡ്ഡിങ് മൊമെൻ്റ് ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം ഞങ്ങൾ എല്ലാവരുടെയും തന്നെ കഴിഞ്ഞു വരുന്നു. അപ്പോൾ ശരിക്കും മിസ് ചെയ്യും. നമുക്കെല്ലാം കല്യാണം എന്നുള്ളതിനുപരി ഒരു ഗെറ്റ് ടുഗദറാണ് ആക്ച്വലി. ശരിക്കും വിഷമമാവുന്നുണ്ട്. അവൾ കെട്ടിപ്പോണേനല്ല, ഇനി ഇങ്ങനൊരു ഗ്യാതറിങ് ഉണ്ടാകുമോ എന്നറിയില്ലാത്തതുകൊണ്ട്. എനിവേ രണ്ടുപേർക്കും ഞങ്ങളെല്ലാവരുടെയും ഹാപ്പി മാരീഡ് ലൈഫ് ശ്രുതി ആൻഡ് നിതിൻ. ആക്ച്വലി അവളുടെ ആഗ്രഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 18-ാം തീയതി മുതൽ ഇപ്പോൾ 23-ാം തീയതി വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും എങ്ങനെ വേണമെന്ന് അവൾക്ക് നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. അതിൽ ഇന്നലത്തേതായിരുന്നു നമ്മൾ അവളെ കണ്ടിട്ടില്ലാത്തൊരു ലുക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെ അവളെ കാണേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്നത്തേത് നമുക്കറിയാം, ലൈക്ക് അവൾ എങ്ങനെ ആയിരിക്കും എന്നറിയാം. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി അവളുടെ സ്വന്തം വെഡ്ഡിങ്ങിന് അവൾ റെഡിയായപ്പം അത് കുറച്ചും കൂടെ മനോഹരമായിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈവനിങ് റിസപ്ഷനാണ്. ആ ഈവനിങ് റിസപ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതും അവൾ എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതൽ ലൈക്ക് ഒരു കാര്യമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുന്ന ആ ഒരു ടൈം മുതൽ പറയുന്നത് എനിക്ക് ഒരു പർട്ടിക്കുലർ സാധനം വേണം കല്യാണത്തിനിടാൻ, ആ സാധനം മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. ആ ഒരു സംഭവമാണ് ഈവനിങ്ങിലേക്ക് വരുന്നത്. അത് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് പക്കാ പ്ലാൻഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവളുടെ ഫ്രണ്ട്സിൽ ഫാമിലിയിലും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തതായിട്ടൊന്നുമില്ല. കാരണം അത്രയും നാൾ മുതലേ അവളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഇവാൻഷിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളും വെയിറ്റിംഗ് ആണ് അവൾ ആഗ്രഹിച്ച ആ ഒരു ലുക്കിൽ അവളെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങളും വെയിറ്റ് ചെയ്യുക കേട്ടോ. കാരണം ആ ഒരു ലുക്ക് കൂടെ ആകുമ്പോൾ മാൻവി കംപ്ലീറ്റഡ് ആവും. ഓക്കെ. നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ കണ്ണ് അങ്ങോട്ടായി. നാളെ ബനാറസി എടി നല്ലന്ന് പറഞ്ഞു. ഈ കളർ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഓറഞ്ച് ആയിരുന്നു സെലക്ട് ചെയ്തത്. അവള് പറഞ്ഞു ഓറഞ്ച് ഇട്ട തല്ലിക്കൊല്ലുന്നു. ശരിയാ, അത് ശരിയാ.
എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ മാൻവിക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ ഫസ്റ്റ് മാൻവിയുടെ അടുത്ത് സോറി പറയുക. കാരണം ഞാൻ അവളോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ അവളുടെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ വന്നില്ല. ഭയങ്കര വിഷമമുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ അവളുടെ അടുത്ത് അതെങ്ങനെ കാണിക്കുമെന്ന്. പക്ഷെ ഭയങ്കര സന്തോഷം. ദൈവം അവർ രണ്ടുപേരും ഒരുപാട് അനുഗ്രഹം കൊടുക്കട്ടെ. അവർ ഒരുപാട് വർഷം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ മാൻവി. ഐ ലവ് യു. എല്ലാവരും ഇവിടെ ആദ്യമേ നോക്കിക്കേ. അങ്ങനെ മാൻവിയുടെയും നിതിൻ്റെയും ആഗ്രഹം പോലെ തന്നെ കല്യാണം ഗംഭീരമായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഫങ്ഷൻസും അവർ അടിച്ചു പൊളിച്ചു. ഇനി ജീവിതത്തിലേക്ക് മാൻവി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. സോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ ആഗ്രഹിച്ച ഒരു ജീവിതമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരത് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കൊണ്ടുപോകും എന്നുള്ള പ്രതീക്ഷയും എനിക്കുണ്ട്. നിതിനും മാൻവിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്താ പറയുക, അവരുടെ ഫാമിലി ലൈഫ് കാണാനും അവരുടെ കുഞ്ഞുങ്ങളെ കാണാനും ഒക്കെ ഞാനും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് ജീവിക്കൂ. ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഓക്കെ, അപ്പം നമ്മുടെ മോർണിംഗ് വെഡ്ഡിങ്, ഹിന്ദു സ്റ്റൈൽ വെഡ്ഡിങ്ങിൻ്റെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പം സദ്യയൊക്കെ ഒരു സെക്ഷൻ ആൾക്കാർ കയറി, ഇനി കുറച്ച് പേരൂടെ കയറാനുള്ളൂ. അപ്പോൾ അവളുടെ ലുക്ക് കണ്ട് കാണുമല്ലോ. നല്ല എന്നുവെച്ചാൽ എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്ന കളറ് വേണ്ടെന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആളുടെ. അലമ്പൂര് രക്ഷയില്ല. അപ്പം അങ്ങനെയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇപ്പം ഇനിയിപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു ഫംഗ്ഷനും കൂടെ മാത്രമാണ് നമുക്കുള്ളത്. അപ്പം അതിലാണ് ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അതിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഗസ്റ്റും എല്ലാവരും ഉള്ളത്. ഇപ്പോഴത്തേതിലൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം അടങ്ങുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് ഇത്രയും ഫംഗ്ഷൻസ് പോയിട്ടുള്ളത്. അപ്പം
നെക്സ്റ്റ് ഫംഗ്ഷന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഹിന്ദു ട്രഡീഷണലുള്ള വെഡ്ഡിങ്ങും നടന്നു. ഭയങ്കര രസമായിട്ട് നടന്നു. ക്ലൈമറ്റും നമ്മളെ അനുഗ്രഹിച്ചു. കാരണം ഇതിന് മുമ്പ് വരെ മഴയായിരുന്നു. മഴയുടെ സമയമാണ്. സ്റ്റിൽ നമ്മൾ പ്രാർത്ഥിച്ചു മഴ പെയ്യരുതെന്നൊക്കെ. എന്തായാലും ക്ലൈമറ്റ് നല്ല രീതിയിൽ വന്നു. ഫംഗ്ഷൻ നല്ല രീതിയിൽ നടന്നു. ഇപ്പം എല്ലാവരും സദ്യ കഴിക്കാനൊക്കെ പോയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരൊറ്റ ഫംഗ്ഷനും കൂടി ഉണ്ട്. ആ ഒരു വ്ളോഗും കൂടി നിങ്ങൾ സഹിക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ എനിക്കതിൽ പറയണ്ട. സോ ഹാപ്പി. ഇതുവരെയുള്ള നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. എല്ലാ പട്ടച്ചാര വെച്ച് കൊട്ടാരം നശിപ്പിച്ചു. പരിപാടിയെല്ലാം കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു എല്ലാ ഫംഗ്ഷൻസും. കാരണം നമുക്ക് ഒരുപാട് ആൾക്കാരുള്ള ഫംഗ്ഷൻസ് ആയിരുന്നില്ല ഒന്നും. നമ്മുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ മാക്സിമം ഒരു കൗണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അത് ഇന്റിമേറ്റ് ആണ്. ഞങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തു അതനുസരിച്ച് തന്നെ അത് ഏറ്റവും സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വന്നു. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീമും, നമ്മുടെ ഡെക്കോസ് ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാവരും ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എസ്പെഷ്യലി നമ്മുടെ വ്ളോഗ് ടീം ഇവിടെ നിന്ന് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എല്ലാം മൊത്തത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എന്നെ കൊണ്ടും പണിയെടുപ്പിക്കുന്നു. അതെ, ആൾക്ക് ഫോട്ടോഗ്രാഫി അങ്ങനെ ഒന്നും ഭയങ്കര ഇതുള്ള ആളല്ല. പക്ഷെ അവനെയും മാക്സിമം അവന്റെ ഉള്ളില് കഴിവൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇനി ഒരു നെക്സ്റ്റ് വ്ളോഗും കൂടെ കൂടിയിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ആക്കുള്ളൂ ഞങ്ങളുടെ ഫംഗ്ഷൻസ്. അപ്പൊ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം അല്ലേ. ബൈ.